What is up guys, it's me, Basil and yeah, welcome back to my YouTube channel, Variety Dude. ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ അൺബോക്സിങ് കൊണ്ട് പോലെ ചെയ്തിരിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ ഫീലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്, രണ്ടിലും കൂടിയിട്ട് എടുത്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ ഞാൻ ഇൻട്രോ ഒന്നും അൺബോക്സിങ് ഡ്യൂഡിൻ്റെ പോലെ ഒന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. കുറേ കമൻസ് ആണ്, ഇൻട്രോ നീ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ പോലെ കോപ്പി അടിക്കരുത്, ഇൻട്രോ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ അടുത്തല്ലേ, വാട്സപ്പ് ഗൈസ് ഇൻ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ അടുത്തല്ലേ. സത്യത്തിൽ ഗൈസ് ഞാൻ അങ്ങനെ ഒരു കാര്യം വിചാരിച്ചിട്ടില്ല. പക്ഷേ പേര് വെറൈറ്റി ഡ്യൂഡ് എന്ന പേര് ഞാൻ അൺബോക്സിങ് ഡ്യൂഡ് നോക്കിയിട്ട് എടുത്ത് തന്നെയാണ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അൺബോക്സിങ് ഡ്യൂഡിനോട് ഞാൻ പേര് മാറ്റാണ്, ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പേര് ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത്. ഓക്കെ, അതല്ലേ നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളെ ചില മലയാളി യൂട്യൂബേഴ്സ് ഉപയോഗിക്കണം, അവരുടെ യൂട്യൂബിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, അതായത് ഈ ഫോണും എഡിറ്റിംഗ് ആപ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അതായത് ഒരു കൊളാബ് വീഡിയോ. അപ്പോൾ നമുക്ക് കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേരൊന്നും കിട്ടിയില്ല. നമ്മളെ ഫോട്ടോക്കിനോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് റിപ്ലൈ തരുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ മൂപ്പര് അന്ന് പറഞ്ഞ നാട്ടിലില്ല എന്നാണ്. പക്ഷെ ഇപ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല. പിന്നെ മാസ്റ്റർ പീസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാസ്റ്റർ പീസ് ആണെന്നൊക്കെ പറഞ്ഞു, പക്ഷേ കിട്ടുന്നില്ല, എന്താ കാര്യം അറിയില്ല. അപ്പോൾ കുറച്ച് പേരെന്ന് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലേക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ ഗൈസ് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഗാഡ്ജറ്റ്സിനെ കുറിച്ച് പറയാം. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാനോണിൻ്റെ 3300 കൊണ്ടൊരു ക്യാമിലാണ്. അതിന് 16 മെഗാ പിക്സലാണ് അതിൻ്റെ ക്ലാരിറ്റി വരുന്നത്. പിന്നെ ലെൻസ് 5x അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമാണ്. ഞാൻ എൻ്റെ റിവ്യൂ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഹോൾഡർ, മൂവി സ്റ്റിക്ക് എന്ന് വരുന്നത് എനിക്കറിയില്ല, അതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ സാധനത്തിന് മൊത്തം റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഒരു മൈക്ക് എന്ന് പറയാൻ ഞാൻ ഇപ്പോൾ ലാവയുടെ മൈക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന് ക്വാളിറ്റി കുറച്ച് കുറവുണ്ടാവും. പിന്നെ ഞാൻ എഡിറ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ ഫോണാണ് ലാവ 61. അപ്പോൾ ഇത് സാംസങ് ഗാലക്സി GT, പിന്നെ കുറേ വാക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് രണ്ടും കട്ട ലാഗാണ്, പൊരിഞ്ഞ ഹാങ്ങാണ്. കുറേ എണ്ണം ഞാൻ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്ത വീഡിയോസ് കഴിയുന്നതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നു. പിന്നെ തമ്മിലൊക്കെ ഉണ്ടാക്കുന്ന പിക്സാട്ടുന്നു. എഡിറ്റിങ് ഫോണിൽ തന്നെ കൈൻ മാസ്റ്ററിലുമാണ്. പക്ഷെ കുറേ പേര് ചോദിച്ചു ഇൻട്രോ ഏത് PC-യിലാണോ എന്നൊക്കെ ചോദിച്ചു. PC ഒന്നുമല്ല, കൈൻ മാസ്റ്ററിലാണ് ഞാൻ ഇൻട്രോ ഉണ്ടാക്കിയത്, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയുള്ള യൂട്യൂബേഴ്സിനോട് ഒന്ന് കണ്ടെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഫ്വാൻ മോസ്റ്റീവിൽ നിന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവായിരിക്കും, ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് ഏതൊക്കെ ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് എന്നതാണ്. അപ്പോൾ അതിനെ പറയുകയാണെങ്കിൽ ഒരുപാട് ഗാഡ്ജറ്റുകളും കാര്യങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, കാര്യമായിട്ട് എൻ്റെ ഫോൺ തന്നെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ക്യാമറയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിൽ തന്നെ നമ്മൾ പറഞ്ഞു ഷോമിന്റെ റെഡ്മി വൈറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലാണ്. അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ കൂടുതലും ഷൂട്ട് ചെയ്യുന്നത്. അതുപോലെ സൗണ്ടിന് വേണ്ടി ഞാനൊരു മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, ബോയ M1 എന്ന് പറയുന്ന ഒരു മൈക്ക് ഉപയോഗിക്കുന്നുണ്ട്, നല്ലൊരു മൈക്ക് തന്നെയാണ്. അതുപോലെ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ കൈൻ മാസ്റ്ററിലാണ്, എല്ലാവർക്കും അറിയുമായിരിക്കും. നല്ലൊരു ഫോണിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് നല്ലൊരു എഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ലൈറ്റിങ്ങിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെയുള്ള ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കി വെക്കലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ഒരുപാട് ഗാഡ്ജറ്റുകളൊന്നും ഉപയോഗിക്കുന്നില്ല, ഈ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ബൈ. ഹലോ ഗൈസ്, ആക്ച്വലി നമ്മുടെ അൾട്ടിമേറ്റ് ടെക് മലയാളത്തിലെ കൊച്ചു പയ്യൻ, നമ്മുടെ കൊച്ചു കുട്ടൻ എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചായിരുന്നു, ചേട്ടൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ്, അതായത് യൂട്യൂബ് വീഡിയോ എടുക്കാൻ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ഏതൊക്കെയാണെന്ന്. എൻ്റെ എല്ലാ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഐഫോണിനകത്താണ്, iPhone 7 Plus ആണ് ഫോൺ. കട്ടിങ് മാത്രമാണ്, എഡിറ്റിംഗ് വെർഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നതെല്ലാം iMovieക്കകത്തും. കുറച്ച് നാളിന് മുന്നെയാണ് ഞാൻ ഫിലിമോറ യൂസ് ചെയ്ത് തുടങ്ങിയത്, ലാപ്പിനകത്ത് എഡിറ്റ് ചെയ്യും. അന്നേരം ജസ്റ്റ് ഫോണും എഡിറ്റ് ചെയ്യാനായിട്ട് ലാപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ക്യാമറ അങ്ങനത്തെ ഇതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോ ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി അടിപൊളി വീഡിയോസ് എല്ലാം ഇടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അസിയഡോർ. ഞാൻ ഉപയോഗിക്കുന്നത് വെറും ഒരു ഫോൺ മാത്രമാണ്. ഗാഡ്ജറ്റ്സ് ആയിട്ട് വേറെ കമ്പ്യൂട്ടറോ ട്രൈപോഡോ അങ്ങനെയൊന്നും ഉപയോഗിക്കുന്നില്ല, വെറും ഒരു ഫോൺ മാത്രമാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡ് എന്ന് പറയുന്നത് ഇവിടെ മരത്തിൻ്റെ ഇവിടെയാണ് ഞാൻ ഫോൺ വെക്കാറ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കും, കാരണം ഞാൻ സെൽഫി സ്റ്റിക്കിലാണ് ഫോൺ ഘടിപ്പിച്ചിട്ടുള്ളത്. വേറൊന്നും ഉപയോഗിക്കുന്നില്ല. നാട്ടിൽ നല്ല മഴ കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും എന്നെ ഈ ഒരു കൊളാബ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിൽ നന്ദിയുണ്ട്. ബൈ. ഹലോ ഫ്രണ്ട്സ്,
വെൽക്കം ടു അൾട്ടിമേറ്റ് ടെക് മലയാളം. ഓക്കെ, അപ്പൊ ആദ്യം അൾട്ടിമേറ്റ് ടെക് മലയാളത്തിലെ ബാസിലിന് കൊളാബറേഷൻ അത്രയും വലിയ താങ്ക്സ് അറിയിക്കുന്നു. ഓക്കെ, ആദ്യം എന്നോട് ചോദ്യം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് പ്രോഡക്ട്സ് എന്നിവയൊക്കെയാണ്, എഡിറ്റിംഗ് ആപ്സ് എന്നിവയൊക്കെയാണ് അതിന് ചോദ്യം. പിന്നെ ഞാൻ യൂട്യൂബിൽ വേണ്ടി ഉപയോഗിക്കുന്ന ഫോൺ എന്ന് പറയുന്നത് റെഡ്മി 5 ലൈറ്റ് ആണ്. അതിലാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വേറെ ലാപ്പ് ഉണ്ട്. ലാപ്പ് ലെനോവോയുടെ ആണ്. അത് ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ടാഗ് കൊടുക്കാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ ആ ലാപ്പ് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ എഡിറ്റിംഗ് ആപ്സ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് ആപ്സ് കൈൻമാസ്റ്ററിന്റെ മോഡ് ആപ്ലിക്കേഷൻ ആണ്. ഇടയ്ക്ക് മാത്രമേ ഫിൽമോറൊക്കെ ഉപയോഗിക്കാറുണ്ട്. തമിഴിൽ മേക്കുന്നത് പിക്സാർട്ടിലാണ്. പിന്നെ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ എനിക്ക് ട്രൈപോഡ് ഉണ്ട്. ആൻഡ് കൊളാബറേഷൻ അൾട്ടിമേറ്റ് ടെക് മലയാളത്തിൽ ബാസിൽ ഫിലിമിലൂടെ ടാഗ്സ് അടിക്കുന്നു. ആൻഡ് ബൈ ഫ്രണ്ട്സ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മൾ ഈ കൊളാബിൽ ഈ ചെറിയൊരു കൊളാബിൽ ക്ഷണിച്ചാൽ നമ്മുടെ മച്ചാൻ്റെ ടാക്സ് ഉണ്ട്. മച്ചാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ, ഞാൻ ഉപയോഗിക്കുന്ന യൂട്യൂബിൽ ഉപയോഗിക്കുന്ന സാധനം എനിക്ക് ഒരേ ഒരു ഫോണും ട്രൈപോഡും, ഈ 2 സാധനങ്ങളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഞാൻ ഫോൺ എൻ്റെ മാക്സിമം ഇപ്പോൾ പുതിയതായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വീഡിയോസും ഞാൻ ട്രൈപോഡ് എവിടെ വെച്ചിട്ടായിരിക്കും. അല്ലാതെ ഞാൻ ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നത് ഫോൺ എൻ്റെ കൈ പിടിച്ചിട്ടാണ്. നിങ്ങൾ കണ്ടാൽ അറിയാം, എൻ്റെ കൈ പിടിച്ചിട്ടാണ്. ഈ കൊളാബിൽ വെച്ച് എൻ്റെ മച്ചാൻ താങ്ക്സ്. നല്ല വീഡിയോസ് ഇടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ. ഹലോ ഗായ്സ്, ഞാൻ ആദിലാണ് TP ചെയ്യുന്നത്. അപ്പം നമ്മളെ ബാസിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, നമ്മളെ വെറൈറ്റിയിലൂടെയത്തെ നമ്മളെ ബാസിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മളെ ചാനലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ബാസിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ്. ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല, എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായി തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ MI A1, ഇത് ഏറ്റവും ഇറങ്ങിയ MI A1 ആണ്. സോ കുഴപ്പമില്ലാത്ത ക്ലിയറൊക്കെ ഉണ്ട്. നല്ല ഫോണാണ്. ഇപ്പോൾ ചില സ്റ്റെക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേറെ ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കയ്യിൽ കാശില്ല, ക്യാഷ് തെറ്റായാലും നമുക്ക് പുതിയത് വാങ്ങാം. പിന്നെ ഒരു ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. സെറ്റാണെങ്കിൽ നമുക്ക് വാങ്ങണം. പിന്നെ രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന ഇത് ഒരു ട്രൈപോഡാണ്. ട്രൈപോഡിൻ്റെ പേരൊന്നും അറിയില്ല, ഒരു ലോക്കൽ ട്രൈപോഡാണ്. 500 രൂപേൻ്റെ അടുത്ത് വരുന്നൊരു ട്രൈപോഡാണ്. സോറി കാണിക്കാൻ കഴിയില്ല. സോ ആമസോണിൽ വാങ്ങിയാണ്. വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല, എന്നാലും തട്ടിമുട്ടി പോകുന്നു അത്ര മാത്രമേ ഉള്ളൂ. സോ എൻ്റെ നേരടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. പിന്നെ അടുത്തതായിട്ട് ഞാൻ എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ അല്ല, ഗാഡ്ജറ്റ് എന്നാണ് വെച്ചാൽ OM1 മൈക്കാണ്. ലെവലിയർ മൈക്കാണ്. നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ്. ഏകദേശം 1000 ചില രൂപ ആയി. സോ അതും നമ്മുടെ ചാനലിന് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ഒരു HP-ൻ്റെ ഒരു നോട്ട്ബുക്ക് ലാപ്ടോപ്പ് യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഫിൽമോറെ വെച്ചിട്ടാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പുതിയ വീഡിയോ ചെയ്ത് അതിനെക്കുറിച്ച് നമ്മളെ 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ആവും. സോ അതും നമുക്ക് നമ്മുടെ ചാനലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അത് ഒരു സർപ്രൈസ് ആയി ഇരുന്നോട്ടെ. അപ്പോൾ ഈ ഒരു അൾട്ടിമേറ്റ് ടെക് വെറൈറ്റിയിലൂടെ എന്ന ഈ ഒരു ചാനലിൻ്റെ ഓണറായ ബാസിനും ചാനലിലും എൻ്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു പ്രാർത്ഥന ഉണ്ട്. നല്ല കണ്ടൻസ് ആണ്. നല്ല ഒരു നിലയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ മലയാളം ടെക്കീസ് കിരണാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിരിക്കുകയാണ്, ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞിട്ടാണ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ, ഞാൻ ഉപയോഗിക്കുന്ന ട്രൈപോഡ്, ഞാൻ ഉപയോഗിക്കുന്ന മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്നല്ല എന്നാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന Oppo A3 ആണ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ S6 Max ആണ്. പിന്നെ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഫോൺ
സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രൈപ്പോഡിലാണ്. ട്രൈപ്പോഡ് പേരൊന്നും എനിക്കറിയത്തില്ല, വളരെ ചെറിയ വിലക്ക് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന ട്രൈപ്പോഡ്. ഓക്കെ, പിന്നെ എന്താ ഞാൻ എഡിറ്റ് യൂസ് ചെയ്യുന്ന കൈൻ മാസ്റ്ററാണ്. ഒരുപാട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആദ്യം കൈൻ മാസ്റ്റർ, പിന്നെ വേറെ ആപ്ലിക്കേഷൻ നോക്കി, പിന്നെ വീണ്ടും കൈൻ മാസ്റ്ററിലോട്ട് തന്നെ വന്നു. കൈൻ മാസ്റ്ററിന് എനിക്ക് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് കൈൻ മാസ്റ്ററിലോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ സെറ്റപ്പ്. പിന്നെ സ്റ്റുഡിയോ എന്ന് പറയാനൊന്നും എനിക്കില്ല, എനിക്കിങ്ങനെ കാടും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ഇത്രേ ഉള്ളൂ, എന്നെപ്പറ്റി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. ഇതിനെക്കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. അപ്പോൾ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് നന്ദി. ബൈഡാ, സീ യു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ചെറിയ കൊള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും, ഒപ്പം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ജസ്റ്റ് ഷെയർ ചെയ്ത് ചെറിയൊരു പണിയിലുള്ളൂ. എന്നെ ഒന്ന് ഷെയർ ചെയ്യാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാൻ മതിരിക്കും.